കാർഡിഫിലേക്ക് വന്നിട്ട് ഇന്ന് നമ്മുടെ ഫസ്റ്റ് ഡേ ആണ്. ചുമ്മാ ഇവിടേക്ക് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ ഒരു മോർണിംഗ് വാക്കിന് എല്ലാവരും കൂടെ ഇറങ്ങിയതാണ് കേട്ടോ. നമ്മൾ കാർഡിഫിലാണെങ്കിലും സ്റ്റേ ചെയ്യുന്നത് സിറ്റിയുടെ ബിസി ക്രൗഡഡ് ഏരിയയിൽ നിന്നൊക്കെ മാറി നല്ല കാമായിട്ടുള്ളൊരു പ്ലേസിലാണ്. അതുകൊണ്ട് തന്നെ നടക്കുന്ന വഴിയിൽ നിറയെ ആപ്പിൾസൊക്കെ ഉണ്ടായി കിടക്കുന്നത് കാണാം കേട്ടോ. മോർണിംഗ് വാക്കിനൊക്കെ ശേഷം നമ്മൾ ഇവിടെ അടുത്ത് തന്നെയുള്ള കാർഡിഫ് കാസിൽ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് കരുതി ഇറങ്ങി കേട്ടോ. ഈ നേച്ചറിൻ്റെയും സിറ്റി ലൈഫിൻ്റെയും ഒക്കെ ഒരു മിക്സാണ് കാർഡിഫിനെ കൂടുതൽ ചാമിങ് ആക്കുന്നത്. ഏതായാലും അമ്മ തിരിച്ച് നാട്ടിലേക്ക് പോകാൻ അധികം സമയമൊന്നും ഇല്ലാത്തതുകൊണ്ട് അധികം ടൈമൊന്നും വേസ്റ്റ് ചെയ്യാതെ പരമാവധി ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി നമ്മളിങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. ഈ സിറ്റിയിലെ വൺ ഓഫ് ദ ഐക്കോണിക് പ്ലേസ് ആണ് ഈ കാസൽ. ഇതിന് ചുറ്റും വലിയ സ്റ്റോൺ ഗേറ്റ്സ് ആണ് കേട്ടോ. ഇവിടുത്തെ ഈ റോമൻ വാൾസിനും മിഡീവൽ ടവേഴ്സിനും സ്റ്റണ്ടിങ് ആയിട്ടുള്ള വിക്ടോറിയൻ ആർക്കിടെക്ചറിനൊക്കെ ഏതാണ്ട് 2000 വർഷത്തെ ഹിസ്റ്ററി ഉണ്ട് കേട്ടോ. ഇവിടുത്തെ ഗ്രൗണ്ടിൽ നടക്കുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചില ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങൾ കാണാം. ഈ പഴയ സ്റ്റോൺ ആർക്സും അതുപോലെ ഭംഗിയിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള റൂംസൊക്കെ. പിന്നെ എടുത്ത് പറയേണ്ടത് ഇവിടുത്തെ ഇൻറ്റീരിയേഴ്സ് ഭയങ്കര റിച്ച് ആൻഡ് കളർഫുള്ളായിട്ട് തോന്നി. നിറയെ ഇൻട്രിക്കേറ്റ് ഡിസൈൻസൊക്കെ ആയിട്ട് പണ്ടൊരിക്കൽ ഈ കാസിൽ എത്ര ഗ്രാൻഡ് ആയിരിക്കും എന്ന് നമുക്ക് തോന്നിപ്പോകും കേട്ടോ. അതേ രീതിയിലാണ് ഇതിവിടെ ഇപ്പോഴും ഇത്ര ഭംഗിയിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ കാസലിൻ്റെ മേലെ കയറിയാൽ സിറ്റിയുടെ ഒരു കംപ്ലീറ്റ് വ്യൂ നമുക്ക് എൻജോയ് ചെയ്യാം. ഇപ്പോഴത്തെ മോഡേൺ ബിൽഡിങ്സും ഗ്രീൻ പാർക്സും പണ്ടത്തെ സിറ്റിയുടെ റൂഫ് ടോപ്സും ഒക്കെ ഒരു ബ്ലെൻഡ് ആയിട്ടുള്ളൊരു വ്യൂ ആണ് ഈ കാസലിൻ്റെ മേലെ കയറിയാൽ നമുക്ക് കാണാൻ പറ്റുക കേട്ടോ. നമ്മൾ ഒരുപാട് നേരം ഈ കാസലിൻ്റെ അകത്ത് ഇങ്ങനെ കറങ്ങി നടന്നു. കാരണം കുറേ കാഴ്ചകൾ നമുക്ക് കണ്ടാലും മതി വരാത്തതായിട്ട് തോന്നി കേട്ടോ. അത്ര ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഇവിടുത്തെ ഓരോ പെയിൻറ്റിങ്സും ആർട്ട് വർക്ക്സും ഒക്കെ അവരിപ്പോഴും സൂക്ഷിച്ചിരിക്കുന്നത്. പിന്നെ ഇവിടുത്തെ ലൈബ്രറിയും എടുത്തു പറയേണ്ട ഒരു ബ്യൂട്ടിഫുൾ റൂമാണ് കേട്ടോ. ഒരുപാട് പഴയ ബുക്സിൻ്റെയും ലെതർ ബൗണ്ട് ചെയ്ത വോളിയൂംസിൻ്റെയും ഒക്കെ നല്ല കളക്ഷൻ ഈ ലൈബ്രറിയിൽ ഉണ്ടായിരുന്നു. നമ്മൾ ലൈബ്രറിയിൽ നിന്നൊക്കെ ഇറങ്ങി അവിടെ ചുറ്റും നടന്ന് കാണാൻ ഒരുപാട് കാഴ്ചകളുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം അമ്മയും തുമ്പിക്കുട്ടി എല്ലാവരും കൂടി ഈ കാസലിൻ്റെ മോളിൽ നിന്നുള്ള വ്യൂ എൻജോയ് ചെയ്യാനായിട്ട് പോവാണ്. എൻ്റെ കയ്യിൽ ബേബി ഉള്ളതുകൊണ്ട് എനിക്ക് അധികം മേലോട്ട് കയറാൻ പറ്റിയില്ല കേട്ടോ. നമ്മുടെ ഇന്നത്തെ ഈ കാസൽ ബസ് തീർത്തും അൺപ്ലാൻഡ് ആയിരുന്നു കേട്ടോ. കാർഡിഫിൻ്റെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മോർണിംഗ് എൻജോയ് ചെയ്യാൻ ഇറങ്ങി നമ്മളാണ് ഇപ്പോൾ ഒരു സൈറ്റ് സീയിങ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങുന്നത്. കാർഡിഫ് കാസലിലെ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് നമ്മളവിടെ അടുത്ത് തന്നെ കാർഡിഫ് മാർക്കറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം അതിനകത്തൊക്കെ ഒന്ന് കറങ്ങി നടന്നു കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ ജോയിനിങ് മീ. നിങ്ങൾക്ക് വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ്. ബൈ ബൈ.